ഹായ് ഗൈസ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മനോഹരമായൊരു ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തായും കാക്കനാട് ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ദൂരത്തായും ഇടപ്പള്ളി ലുലു മാളിൽ നിന്ന് 6 കിലോമീറ്ററോളം ദൂരത്തായും കളമശ്ശേരിയിൽ നിന്ന് 4 കിലോമീറ്ററോളം ദൂരത്തായും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം ദൂരത്തായും പൂർണ്ണമായും പണി കഴിപ്പിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഭംഗിയായി നിർവഹിച്ചിരിക്കുന്ന ഈ വീട് വരുന്നത് ഏതാണ്ട് 5 സെൻറ്റ് 4 സെൻറ്റ് 800 ലിങ്സിലാണ്. 2300 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും ഈ വീടിന് നൽകിയിരിക്കുന്നു. മുൻവശത്തായി നല്ല വീതി കൂടിയ റോഡ് സൗകര്യമുണ്ട്. 2 വലിയ കാറുകൾ ഈ മുൻവശത്ത് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തായി താന്തൂർ സ്റ്റോൺ നൽകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. ചെറിയ സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു മെയിൻ ഡോറാണ് വീടിന് നൽകിയിരിക്കുന്നത്. 2 പാളികളിലാണ് ഈ മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. തേക്ക് മരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്ത് കിടക്കുമ്പോൾ തന്നെ ചെറിയൊരു പാസിംഗ് ആണ് നമുക്ക് കാണുക. നേരെ കാണുന്ന ഒരു പൂജാ സ്പേസ് അല്ലെങ്കിൽ നമുക്കൊരു രൂപങ്ങളെല്ലാം വയ്ക്കാൻ പറ്റിയൊരു സ്പേസ് ആണ്. വളരെ മനോഹരമായ രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഷെൽഫുകളെല്ലാം നൽകിയിരിക്കുന്നു. മൾട്ടിവുഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നമുക്ക് കാണാവുന്നതാണ്. സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ധാരാളം ഷെൽഫുകൾ നൽകിയ നല്ല ഭംഗിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പത്തിലുള്ള ഒരു TV യൂണിറ്റാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ നല്ല ലക്ഷറി ഫീലിങ്സിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഫിനിഷുള്ള ടൈൽസുകളും ഗ്ലോസി ഫിനിഷുള്ള വലിയ വെട്രിഫൈഡ് ടൈൽസുകളുമാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ ഈ ഒരു ഭാഗത്ത് വരുന്നു. നല്ല മൾട്ടിവുഡിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം ഷെൽഫുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫിറ്റിങ്സുകൾക്കായി ജാഗ്വർ ബ്രാൻഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ഹാൻഡ് മെയ്ഡ് വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിലായി ടെഫൻ ഗ്ലാസും വുഡുമാണ് നൽകിയിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം വർക്കുകളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ധാരാളം ഷെൽഫുകളും അതേപോലെ തന്നെ പ്ലാന്റുകളും നൽകി നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെ കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ല കളർഫുള്ളാണ് ഇത് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് കിച്ചണിൻ്റെ ബർണർ വെക്കുന്ന ഒരു ദിശ വരുന്നത്. ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനെ വലിയ വെറ്റിഫൈഡ് ടൈൽസുകൾ യൂസ് ചെയ്തിരിക്കുന്നു. കിച്ചണോട് ചേർന്നതിന് വലിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇവിടെയെല്ലാം കബോർഡ് വർക്കുകളും വാഷ് ബേസിനെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡൻ ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. കിണർ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ധാരാളം ശുദ്ധജലം എപ്പോഴും ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും നൽകിയിരിക്കുന്നു. നല്ലൊരു പ്രത്യേകതയാണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെ കബോർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. PVC ലാമിനേറ്റ് എല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് കബോർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വലിയൊരു ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകളെല്ലാം നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പ് നൽകിയിരിക്കുന്നു. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കൂടാതെ വാൾഡ്രോഫ് മനോഹരമായ രീതിയിൽ വാൾഡ്രോഫ് പ്ലസ് ഒരു ടേബിളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഡിവൈഡായിട്ടാണ് ഈ ബാത്റൂം വെറ്റ് ആൻഡ് ഡ്രൈ ഡിവൈഡായിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ബാത്റൂം ഫിറ്റിങ്സുകൾ നൽകിയിരിക്കുന്നു.
നല്ല ക്വാളിറ്റിയിലുള്ള ബാത്റൂം സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിനായി ടഫൻ ഗ്ലാസ് വുഡ് ഉപയോഗിച്ചിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ കയറിച്ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് കാണാം നല്ല മനോഹരമായ രീതിയിൽ പർഗോളകളെല്ലാം വാളുകളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. 2300 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്പേഷ്യസ് ആയിട്ട് ഈ ഒരു ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു വലിയ TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ എല്ലാം ഷെൽഫുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും ഡ്രസ്സിങ് ഏരിയ എല്ലാം ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഒരു ഫ്ലഡ് ബാധിക്കാത്ത ഏരിയ കൂടിയാണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ വെറ്റ് ആൻഡ് ഡ്രൈ ഡിവൈഡ് ചെയ്ത് തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം സാനിറ്ററി ഫിറ്റിങ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയൊരു ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നു. വെറ്റ് ആൻഡ് ഡ്രൈ ഡിവൈഡാക്കി തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലുള്ള സ്പേസ് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെയർകേസ്, ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ടൗണിന് സമീപത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ കാക്കനാട് ടൗണിന് സമീപത്തായി ഇൻഫോ പാർക്കിൽ നിന്നും ജസ്റ്റ് 5 മിനിറ്റ്സ് ഡ്രൈവ്, ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റേഴ്സ് മാത്രം ദൂരത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. ഈ സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കുവാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ വാട്സപ്പ് മെസ്സേജായി അയക്കുകയോ ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.